കാണാതായപ്പോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. അതെങ്ങനെയാ? കാറും എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛന്റെ സ്ഥിരം പല്ലവി തുടങ്ങും. പെട്രോളിന്റെ കണക്ക് കുറച്ചിട്ട്. എടോ താനിങ്ങി വന്നേ. താൻ പോയി ഒരു ഐടെക്സ് വാങ്ങിച്ചിട്ടാ. ഐടെക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? കൺമഷി. ദേ ഒരിടത്തും വാങ്ങിച്ചോ. നമ്മുടെ ജീപ്പ് എടുത്തോണ്ട് വെക്കോ. വേഗം വരണേട്ടാ. നീ വാ. നിനക്ക് യാതൊരു മാനസും ഇല്ല. എന്താടി? ഡ്രൈവർ ആണെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിക്കാൻ കൊള്ളാവോ? ഇവരോടൊക്കെ ഇങ്ങനെ വേണം പെരുമാറാൻ. ഇല്ലേ തലേ കയറും. ഒരു സ്വഭാവം. ആ നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിന് ഒരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ പകല്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നിങ്ങൾ പോയാ മതി. നിനക്ക് ചേട്ടനോട് പ്രേമമുണ്ട് എന്നാ ചേട്ടൻ മുമ്പിലോട്ട് വരികയില്ല. ദേ പെണ്ണെ, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. ഒന്ന് പോടി വന്നു. സാർ ഐറ്റംസ് കൊണ്ടുവരട്ടെ? ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാട്ട് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ? വേണ്ട, സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറഞ്ഞു. ദേവിയേ, നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്നുറങ്ങും. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ? അതെ. ആ രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കുറെ നേരമായില്ലേ തുടങ്ങിയിട്ട്? നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാം, നീ പോയിക്കോ. ദേ ഈ ഡേറ്റ് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം അടിച്ച് ഫിറ്റ് ആയിട്ടങ്ങ് കയറി വരും. അടിച്ചതിന്റെ സിൽവർ ആളുകളെയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ? കേക്കണ്ടേ? അല്ലടേ, പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. എന്നാ നിനക്ക് നോട്ടുണ്ടോ? നീ ചുമ്മാ ഒന്ന് പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടർ ആണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പഴേ സാർ എന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺ ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ? നീ വീട്ടിൽ തുടങ്ങിക്കോ. രാവിലെ പോകണല്ലേ? ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. ഇനി കോക്ടെയിൽ ഐറ്റംസ് ഒന്ന് എടുത്തോണ്ട് പോടോ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ, എനിക്ക് ബേബി, ഞാൻ വണ്ടി ഓടിച്ചോളാം. നീ പുറയിരുന്നോ. നിന്റെ ഫ്രണ്ട് വരുന്നത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അപ്പൊ ഞാൻ വരണ്ടേ? താനെന്തിനാ വരുന്നേ? അല്ല, വല്ല കിളിയും മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. കയറി. കേറിക്കോ. നീ അവിടെ കേറി. നീ അങ്ങോട്ടിരി, ഞാൻ സൈഡിലിരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, എടി കേറാൻ. ഇങ്ങനൊരു മണക്കൂസ് കേറണേ. വേണ്ടടി, എടി കേറാൻ. കേറുന്നുണ്ടേ കേറി, ഇല്ല രണ്ടിനെ വഴിയിട്ടേ ഞാനങ്ങ് പോവും. കേറ് കേറ് കേറ്. കേറ്. പിടിച്ചേ.
ഇങ്ങോട്ട് നീങ്ങിരി. നീങ്ങാൻ. കാലം ഒതുക്കി വെക്ക് വെച്ചേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ, കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. അയ്യോ, യെസ്തോടെ ഒറ്റയ്ക്കെന്നാലേ വല്ല സിംഹവും പുലിവനെ പിടിച്ചോണ്ട് പോകും. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും 4 ആളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്, നിങ്ങൾ കൂടെ അവരോട് ചെല്ല്. മീര, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു. അയാളൊരു പേടിത്തൊണ്ടനാ. വൺ സെക്കൻഡ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ. വാട്ട് എ ലവ്ലി പ്ലേസ്. ബേബി, പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞേ, അധികം ഉള്ളിലേക്കൊന്നും പോയല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. നിന്നേ നിന്നേ. ഹായ്, എന്ത് രസാ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, യസ്തുവിന്റെ ഒരു വീഡിയോ സിനിമ ഓ എടുക്കും. യെസ്. അങ്ങോട്ട് നീ നിക്കേ. മാറിയില്ല മാറിയില്ല. റെഡി? താനൊന്ന് മാറി നിൽക്കടോ. അവനും കൂടെ നിക്കട്ടു കുഞ്ഞേ. വേണ്ട വേണ്ട, എസ്തു മാത്രം നിന്നാ മതി. എസ്തു സ്റ്റഡി. തന്നോടല്ലേ പറഞ്ഞ മാറി നിൽക്കാൻ. ചിലപ്പോ നിന്നെ ഇതിനകത്ത് കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടാ. പോ പോ പോ. ഐറ്റംസ് എന്തെങ്കിലും കാണിക്കണ്ടേ കുഞ്ഞേ? എസ്തു, ഒരു പോസ് കൊടുക്ക. എസ്തു സ്മൈൽ. കലക്കി. കുഞ്ഞേ, ഇനി എസ്തുവിന്റെ ഭാവരസ ഐറ്റംസ്. എടുത്താട്ടെ എടുത്താട്ടെ. പ്രിയ, ചെല്ല്, നീ പോയി എടുത്തു നോക്കി. ഞാൻ പോ. ഒന്ന് ചേർന്ന് നിൽക്കു. ഒന്നൂടെ. ആ, നിങ്ങളൊന്ന് സ്റ്റഡി ആയിട്ടേ, ഞാനൊരു ഫുൾ ഷോട്ട് എടുക്കട്ടെ. സ്റ്റഡി സ്റ്റഡി. എസ്തു സ്മൈൽ. സ്മൈൽ എസ്തു. അങ്ങനെ. താനെന്തിനാ എന്നെ പിടിച്ചേ? വീഴാൻ പോയിട്ടാ. ഞാനിങ്ങ് വീഴൂല. രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാ പാത്തിന് ചീത്ത പറഞ്ഞു? ചില സിനിമയിലൊക്കെ നായകൻ നായിക അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോ റൊമാൻസ് തുടങ്ങുന്ന അവൻ കണ്ടു കാണും. നീ വീഴാൻ പോയിട്ടല്ലേ? ബേബി പിടിച്ചില്ലായിരുന്നു, ഇപ്പൊ കണ്ടേനെ. ചീ പൊടി. എടാ ബേബി, ആ ഷട്ടിലൊന്നും എടുത്തേ. എടാ, ഓരോ പ്രാവശ്യം നിന്നോട് പറയണോ ആ ഷട്ടിലെടുക്കാൻ? എടാ, നിന്നോടാ പറഞ്ഞ ആ ഷട്ടിലെടുക്കാൻ.
നിനക്ക് ശമ്പളം തരുന്ന ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ്. എനിക്ക് ശമ്പളം തരുന്നത് കാർ ഓടിക്കാനാ, അല്ലാതെ കൊച്ചമ്മമാർ കളിപ്പന്ത് പറക്കലല്ല എന്റെ ജോലി. അന്തസ്സ ജോലിയാണ് ശമ്പളം വാങ്ങുന്നത്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. Baby, I'm really sorry. ഗുഡ് മോർണിംഗ്. Good morning. ഇതാണ് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നത്. അതെങ്ങനെ പാതിരാത്രി വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ ഹാബിറ്റ് ആണ് ചേട്ടാ. ആ, ഇന്ന് ഇത്രയൊക്കെ മതി. എഴുന്നേറ്റ് പോയി കുളിക്കണി പോത്തെ. ആ, ഏതൊരു രാമേശ്വരി അയ്യർ എന്നെ വിളിച്ചിരുന്നു. രമയോ? ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവെളുപ്പാങ്കാലത്ത് രാമേശ്വരി അയ്യരുടെ ടെലിഫോൺ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവർ സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതിലിപ്പോ ഞാനെന്ത് വേണം? അവളും ഫാമിലിയും കൂടെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പറൊന്നും പറഞ്ഞില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണുമല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറി ഇറങ്ങല എന്റെ ജോലി. ചേട്ടാ എന്ത് ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, പ്രിയം കൂട്ടി പോ. അവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ? താങ്ക് യു ചേട്ടാ. ഞാൻ പോയി കുളിക്കട്ടെ. It's all right. അല്ല, എവിടേക്കാ പോണ്ടേന്നറിയാമോ? അറിയില്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ? പ്രിയയുടെ വീട്ടിൽ പോണം. പ്രിയയുടെ വീട്? പ്രിയയുടെ വീട് നിനക്ക്, ഐ എം സോറി, ബേബിക്ക് അറിയില്ലേ? നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം, വിളിച്ചോളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ്. പിന്നെ കോളേജിൽ തെരപ്പും ബോയ്സിനെല്ലാം എടാ പോടാനെ വിളിക്കൂ. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞുതരാം, പൊയ്ക്കോളൂ.